സീതാരാമഗുണാരാമപുണ്യാരണ്യനിവാസിനോ വന്ദേ വിശുദ്ധവിജ്ഞാനോ കവീശ്വരോ ശ്രീരാമായ നമോ നമ. സർഗം 58. യയാതി ശാപകഥ. ഇങ്ങനെ കഥ കേട്ടിരിക്കുന്ന ലക്ഷ്മണൻ മഹാത്മാവായ രാമനോട് പറയാണ്, വിദേഹന്റെയും ഒപ്പം തന്നെ വസിഷ്ഠന്റെയും ചരിതങ്ങൾ ഏറെ അത്ഭുതകരം തന്നെ. ക്ഷത്രിയരിൽ ശൂരനും പ്രത്യേകിച്ച് യാഗദീക്ഷ ചെയ്യുന്നവനായിട്ട് പോലും എന്തേ വിദേഹൻ വസിഷ്ഠനോട് ക്ഷമിക്കാഞ്ഞത്? രാമൻ മറുപടി പറയാണ്, സൗമിത്രേ, വീരപുരുഷന്മാരിൽ പോലും ക്ഷമ എപ്പോഴും ഉണ്ടാകണമെന്നില്ല. യയാതി രോഷം അടക്കിയതുപോലെ എല്ലാവർക്കും അത് സാധിക്കുകയില്ല. അപ്പൊ ലക്ഷ്മണൻ അതെന്താണെന്ന് അറിയാൻ വേണ്ടി സാഗുതം നോക്കിയിട്ടുണ്ടാവണം. ആ കഥ ഞാൻ പറയാമെന്ന് രാമൻ ആ കഥ പറയാണ്. അങ്ങനെ കഥകൾ പറയുമ്പോഴാണ് വളരെ തീവ്രമായ ദുഃഖം അനുഭവിക്കുന്നവരാണല്ലോ ഇപ്പൊ ഇവര്. അപ്പൊ ഈ കഥ പറഞ്ഞ് തൻ്റെ പൂർവികന്മാർ ചെയ്തത് എന്താണെന്ന് അനുസ്മരിക്കുമ്പോൾ കുറെ ആശ്വാസം കിട്ടും, കുറച്ചൊരു മനസ്സ് നേരായി വരും എന്നുള്ളൊരു തത്വം കൂടി ഇവിടെ കാണിക്കുന്നില്ലേ എന്ന് നമുക്ക് തോന്നാം. അല്ലാതെ ഭാര്യ ഉപേക്ഷിച്ച് ഒന്നും ഇവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. അപ്പൊ ശ്രീരാമൻ പറയണം, നഹുഷപുത്രനായ യയാതി നല്ല രീതിയിൽ രാജ്യം ഭരിക്കാൻ ആരംഭിച്ചു. അദ്ദേഹത്തിന് 2 വളരെ സുന്ദരിമാരായ ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. അസുര ചക്രവർത്തിയായ വൃഷപർവാവിന്റെ മകൾ ശർമ്മിഷ്ഠയും ശുക്രാചാര്യരുടെ മകൾ ദേവയാനിയും. ഇരുവർക്കും ഓരോ പുത്രന്മാരും. ശർമ്മിഷ്ഠയുടെ മകൻ പൂരു ഇളയാളാണ്, മൂത്ത ആള് ദേവയാനിയുടെ മകൻ യദു. ഭാഗവതത്തിൽ വ്യത്യാസമുണ്ട്. ഭാഗവതത്തിൽ 5 കുട്ടികളൊക്കെ ഉള്ളതായിട്ടാണ്. യയാതിക്ക് ദേവയാനിക്ക് 2ഉം ശർമ്മിഷ്ഠയ്ക്ക് 3 ഒക്കെയാണ്. ഇതിൽ വ്യത്യാസമുണ്ട്, കുറച്ച് കഥയിൽ തന്നെ കുറച്ച് വ്യത്യാസമുണ്ട്. അമ്മയുടെ സ്വഭാവം മാറുന്ന പൂരുവായിരുന്നു മഹാരാജാവിന് കൂടുതൽ പ്രിയപ്പെട്ടവൻ. അതിൽ ദുഃഖിതനായ യദു ഒരിക്കൽ അമ്മ ദേവയാനിയോട് ചൊടിച്ചു. മഹായശസ്വിയായ ഭൃഗുവിന്റെ മകൻ ശുക്രാചാര്യ കുലത്തിൽ പിറന്നവളായിട്ട് പോലും അവമാനം സഹിച്ചുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഹൃദയവ്യഥയും പേറി. നമുക്ക് ഇരുവർക്കും തീയിൽ ചാടി ജീവനൊടുക്കാം. രാജാവ് അസുരസ്ത്രീക്കൊപ്പം പുറത്തു കൊള്ളട്ടെ. ഇനി അതിനൊന്നും അമ്മ ഭാവമില്ലെങ്കിൽ, അവമാനം സഹിച്ച് ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ എനിക്കെങ്കിലും അനുവാദം തരൂ മരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കരയുന്ന മകന്റെ വാക്കുകൾ കേട്ട് ദേവയാനിക്ക് ക്രോധം വന്നു. ആ ക്രോധത്തോടെ തന്നെ അവൾ അച്ഛനെ സ്മരിച്ചു. ഇത് മനസ്സിലാക്കി ഉടനെ തന്നെ ബ്രഹ്മർഷിയായിട്ടുള്ള ശുക്രാചാര്യര് അവിടെ ഓടിയെത്തി ദേവയാനി ഉള്ള സ്ഥലത്തേക്ക് പാഞ്ഞു വന്നു. എന്നിട്ട് സന്തോഷമില്ലാതെ ചേതന നഷ്ടപ്പെട്ട് വികൃതയായിരിക്കുന്ന മകളെ കണ്ട് എന്താണിത് എന്ന് ചോദിക്കുകയാണ്. ദേവയാനി പറയും, ഞാനിതാ മരിക്കാൻ പോവുകയാണ്. ഞാൻ ദുഃഖിതയും അവമാനിതയുമാണെന്ന് അച്ഛൻ അറിയുന്നില്ലേ? മരത്തോടുള്ള അവജ്ഞയാൽ ചില്ല, കൊമ്പ് ഇതൊക്കെ സ്വയം നശിച്ച് മുറിഞ്ഞൊടിഞ്ഞു പോകുന്നത് മാതിരി ഒരു ഉദാഹരണമാണ്. വൃക്ഷസ്യ അവജ്ഞയാ ബ്രഹ്മൻ ഛിദ്യന്തേ വൃക്ഷജീവിന. വൃക്ഷത്തോട് അനാദരവ് കാണിക്കുന്ന മൂലം വൃക്ഷത്തിന്റെ കൊമ്പും ശാഖകളും ബാക്കിയുള്ള ഇലകളും ഒക്കെ ജീർണിച്ചു പോകുന്നു, അല്ലെങ്കിൽ പൊട്ടി പോകുന്നു. വൃക്ഷത്തിനെ വേണ്ട പോലെ ശ്രദ്ധ കൊടുക്കുന്നില്ല എങ്കിൽ. അതുമാതിരി ഇപ്പം എന്താ പറഞ്ഞു വെച്ചാൽ, ശുക്രാചാര്യർക്ക് വേണ്ട സ്ഥാനം ഇവിടെ മരുമകൻ കൊടുക്കുന്നില്ല. അത് കാരണമാണ് ഞങ്ങളൊക്കെ ഇത്ര ബുദ്ധിമുട്ടിനെന്ന വഴി ശുക്രാചാര്യർക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കണം. അങ്ങനെയാണെന്ന് വരുത്തി തീർക്കണം. അങ്ങയോടുള്ള അവജ്ഞ കാരണം അത് ഞങ്ങൾക്കും ബാധിക്കുന്നു. മഹാരാജാവ് അങ്ങയോട് പ്രത്യേകം അവജ്ഞ കാട്ടുന്നു. ഇതിൽ ക്രുദ്ധനായി ശുക്രൻ, നഹുഷാത്മജ, നീ ദുരാത്മാവായി എന്നെ പുച്ഛിക്കുകയാണോ? നഹുഷന്റെ മകനാണല്ലോ യയാതി. നീ എന്നെ പുച്ഛിക്കുകയാണോ? നിനക്ക് ജര ബാധിച്ച് കോട്ടം വരട്ടെ, നിന്റെ ശരീരമൊക്കെ കേടുവന്ന് ജര ബാധിച്ച് ഇങ്ങനെ ഇരിക്കട്ടെ.
എന്നിങ്ങനെ ശാപം കൊടുത്തുകൊണ്ട് മകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ ബ്രഹ്മർഷിയായിട്ടുള്ള ശുക്രാചാര്യർ മടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കഥ തൽക്കാലം ഈ സർഗം നിർത്തുന്നത്. ആപദാം അപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം.